നവജാത ശിശുക്കൾക്ക് സാധാരണഗതിയിൽ എന്തൊക്കെ സ്ക്രീനിങ് ടെസ്റ്റുകളാണ് ചെയ്യുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട്. നോർമൽ ആയിട്ട് ജനിക്കുന്ന ഒരു ന്യൂബോൺ ബേബിക്ക് 48 മുതൽ 72 മണിക്കൂർ കഴിയുമ്പോൾ കുഞ്ഞിന്റെ രക്തം പരിശോധിക്കുകയും ആ രക്തത്തിലെ ടോട്ടൽ സിറം ബിൽറൂബിൻ എന്ന് പറയുന്ന TSB നമ്മൾ ചെയ്തു നോക്കുന്നു. ഇത് കുഞ്ഞിന്റെ ശരീരത്തിലെ മഞ്ഞപ്പിന്റെ അളവിനെയാണ് നോക്കുന്നത്. ഈ അളവ് നിശ്ചിത അളവിനേക്കാൾ മുകളിലാണെങ്കിൽ നമ്മൾ കുഞ്ഞിനെ ഫോട്ടോതെറാപ്പി ചെയ്യുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ കുഞ്ഞിന്റെ TSH എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്തു നോക്കുന്നു. ഇതിന്റെ അളവ് കുഞ്ഞിന്റെ ശരീരത്തിലെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെയാണ് നോക്കുന്നത്. ഈ പ്രവർത്തനത്തിന്റെ ലെവല് നിശ്ചിത അളവിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ ഗ്രന്ഥി പ്രവർത്തനക്ഷമത കുറവ് കൊണ്ടോ അല്ലെങ്കിൽ ഗ്രന്ഥി അവിടെ ഇല്ല എന്നതാണോ കാണിക്കുന്നത്. നമ്മൾ ചില ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്തു നോക്കുകയും ഗ്രന്ഥിയുടെ പ്രവർത്തനക്ഷമത കുറവ് കൊണ്ടാണെങ്കിൽ നമുക്ക് ഈ ഹോർമോൺസ് കുറച്ചു കാലം കൊടുത്തതിന് ശേഷം കുഞ്ഞിന്റെ ബുദ്ധിവികാസ വളർച്ചകളെല്ലാം ആയിക്കഴിഞ്ഞ് ഏകദേശം 3 മുതൽ 4 വയസ്സിന് ശേഷം നമ്മൾ ഇത് പതുക്കെ നിർത്തി നോക്കുകയും ചെയ്യുന്നു. അഥവാ കുഞ്ഞിന്റെ ഗ്രന്ഥി അവിടെ ഇല്ല അല്ലെങ്കിൽ കൺജനിറ്റലായിട്ട് കുഞ്ഞിന് ഗ്രന്ഥി ഇല്ലാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ജീവിതകാലം മൊത്തം ഈ മരുന്നുകൾ കഴിക്കേണ്ടി വരികയും ചെയ്യുന്നു.